ഷീജ, വീണ്ടും ഷീജ. അതെ അതെ, വീണ്ടും ഷീജ. ഞാനിവിടെ PCR ചോദിക്കുകയായിരുന്നു, ഇന്ന് എന്നെ കൊണ്ടാണോ നിങ്ങൾ GMK ഓടിക്കുന്നതെന്ന്. അതെ 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 അതെ, ഇന്ന് നമ്മുടെ മെയിൻ കഥാപാത്രം ഷീജയാണ്. അപ്പോൾ ഷീജ, ഇന്ന് നമ്മളിപ്പോൾ വീണ്ടും മുഖാമുഖം പരിപാടിയിലേക്ക് വരികയാണ്. ഇപ്പോൾ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുമായി മുഖ്യമന്ത്രി സംവദിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇന്ന് വയോജനങ്ങളുമായും പെൻഷനേഴ്സുമായിട്ടാണ് മുഖ്യമന്ത്രി സംവദിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇന്നത്തെ പരിപാടിയുടെ പ്രത്യേകത? തീർച്ചയായും മനു, ഈ മുഖാമുഖം ആരംഭിച്ചത് ഫെബ്രുവരി 18-നാണ്. അത് മാർച്ച് 3-ന് അവസാനിക്കും. ഇതിൽ ഓരോ ഇടത്തും കോഴിക്കോട് നിന്ന് ആരംഭിച്ച് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുള്ള മുഖാമുഖം വരെയും പരിശോധിച്ചാൽ നമുക്കറിയാം ആ മുഖാമുഖങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ എത്രത്തോളം സന്തോഷമാണ് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. കാരണം അവരെ കേൾക്കാൻ ഒരാളുണ്ടാവുക, ഒരു സർക്കാർ ഉണ്ടാകുക എന്നുള്ളൊരു വലിയ സന്തോഷം തന്നെയാണ് നമുക്ക് ഓരോ മുഖാമുഖങ്ങളിലും എത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവിടെ എത്തുന്നവരുടെ സന്തോഷം അതാണ്. അവരുടെ പ്രശ്നങ്ങൾ പറയാം, അവർക്ക് സർക്കാരിനോട് നിർദ്ദേശിക്കേണ്ട കാര്യങ്ങൾ ഒരു നിവേദനമായി നൽകാം. അങ്ങനെ തങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ ഒരു സർക്കാർ എന്നുള്ളത് തന്നെയാണ് അവരുടെ ഇതിൽ ഓരോ മുഖാമുഖത്തിൻ്റെ വേദിയിലെത്തുമ്പോഴും നമുക്ക് ലഭിക്കുന്നത്, പങ്കെടുക്കുന്നവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഏതായാലും വയോജനങ്ങളും പെൻഷൻകാരും പങ്കെടുക്കുന്ന മുഖാമുഖമാണ്. അവരുമായിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് സംവദിക്കുന്നത്. ഇതിൽ പ്രധാനമായും വയോജന സൗഹൃദമായ ഒരു കേരളം, ആ രീതിയിലുള്ളൊരു നവകേരള സൃഷ്ടി, അതുതന്നെയാണ് ഇന്നത്തെ ഈ ഒരു മുഖാമുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൽ വയോജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, പെൻഷൻകാർ പങ്കെടുക്കുന്നുണ്ട്. ഈ രീതിയിൽ അവർക്ക് സർക്കാരിനോട്, മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അവർക്ക് പറയേണ്ട കാര്യങ്ങൾ ഒരു നിവേദനമായി നൽകണമെങ്കിൽ അത്തരത്തിൽ നൽകാം. ഓരോ വേദിയിലും നമ്മൾ കണ്ടതാണ്, 2000-ഓളം പേരാണ് ഈ ഇതിൻ്റെ ഭാഗമാകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇതിൽ ഇന്നത്തെ ഈ ഒരു മുഖാമുഖത്തിൻ്റെ അധ്യക്ഷ മന്ത്രി ആർ ബിന്ദുവാണ്. അതിനൊപ്പം തന്നെ തലസ്ഥാനത്തിൻ്റെ മന്ത്രിമാരായ ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ GRNലും പങ്കെടുക്കുന്നതായിരിക്കും. ഇതിൽ ഓരോ വേദികളുടെയും കാര്യം, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നത് ഭിന്നശേഷിക്കാരുമായിട്ടായിരുന്നു മുഖ്യമന്ത്രി സംവദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളും നമ്മോട് പങ്കുവച്ച ഒരു വിഷയമെന്ന് പറയുന്നത്, ഞങ്ങൾ ഭിന്നശേഷിക്കാർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ അഡ്രസ്സ് ചെയ്ത് പോകാൻ തുടങ്ങിയത് തന്നെ LDF സർക്കാർ വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമാകുന്നത് എന്നുള്ളതും അവർ എടുത്തു പറയുകയും ചെയ്തു. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, അതായത് അതിനു മുൻപ് ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് യുവജനങ്ങളുടെ ഈ മുഖാമുഖം എന്ന് പറയുന്നത്. അതിൽ വന്നു ചേർന്ന യുവജനങ്ങളുടെ ഒരു പങ്കാളിത്തം, 2000 പേർക്ക് വേണ്ടിയിട്ടാണ് കസേരകളൊക്കെ കരുതിയിരുന്നെങ്കിൽ പോലും അതിനപ്പുറത്തേക്കുള്ള വലിയൊരു പങ്കാളിത്തം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എറണാകുളത്ത് പോയപ്പോൾ സ്ത്രീകളുമായിട്ടുള്ള സംവദിക്കലിലും കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഓരോ മേഖലയും 10 മേഖലയാണ് ഈ രീതിയിൽ തിരിച്ചുകൊണ്ട് മുഖാമുഖം സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഈ ഓരോ മേഖലയിൽ നിന്ന് എത്തുന്നവരും നമ്മളോട് പങ്കുവയ്ക്കുന്നത് അത് തന്നെയാണ്, അവരുടെ സർക്കാരിന്മേലുള്ള ഒരു വിശ്വാസം. കാരണം അവരുടെ പ്രശ്നങ്ങൾ ഇതിനു മുൻപ് പറഞ്ഞപ്പോൾ അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഈ മുഖാമുഖങ്ങളുടെ ഭാഗം കൂടി അവർ ആകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇതിൽ വരുന്നവർക്ക് പങ്കുവയ്ക്കാൻ ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് എല്ലാവരിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ മുഖാമുഖത്തിലും ഈ പറയുന്നത് പോലെ തന്നെ വയോജനങ്ങൾ അവരുടെ ആശങ്കകൾ, അവർക്ക് സർക്കാരിനോട് പറയാനുള്ള കാര്യങ്ങൾ ഒക്കെ പങ്കുവയ്ക്കുന്നതായിരിക്കും. അതിന് കൃത്യമായ രീതിയിൽ മുഖ്യമന്ത്രി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മറുപടിയും നൽകുന്നതായിരിക്കും. ആമുഖത്തിൽ തന്നെ മുഖ്യമന്ത്രി അവരോട് വ്യക്തമാക്കും എന്താണ്, ഏത് രീതിയിലാണ് സർക്കാർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കരുതുന്നത്, നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്യും. മനു, തീർച്ചയായും ഷീജ, അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഇപ്പോൾ ഷീജ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഈ മുഖാമുഖവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിരുന്നു, പങ്കെടുക്കുകയുണ്ടായി, അതിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അവിടെയൊക്കെ നമ്മൾ കണ്ടത്, അവിടെ വരുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നതിനോടൊപ്പം തന്നെ ആ നിർദ്ദേശങ്ങൾ പരിഗണിക്കപ്പെടും, അതിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന ഒരു ഉറപ്പ് അവരുടെ എല്ലാം മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. മറ്റൊന്ന്, ഇപ്പോൾ പലയിടങ്ങളിലും 1500-2000 പേരെയൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ആളുകൾ വരുമ്പോൾ അതിൽ എത്രയോ കൂടുതലാണ് വരുന്നതെന്ന് അറിയാം. ഇപ്പോൾ കണ്ണൂരിൽ നടന്നപ്പോൾ ദിനേശ് ഓഡിറ്റോറിയത്തിലാണ് അവിടെ പരിപാടി നടന്നത്. അവിടെ മെയിൻ ഓഡിറ്റോറിയത്തിൽ ആൾ തികയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ കഴിയാത്തത് കൊണ്ട് തൊട്ടപ്പുറ ഹാളിൽ ബിഗ് സ്ക്രീൻ വെച്ച് പ്രദർശിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇന്നലെ തൃശ്ശൂരിലും കലാസാംസ്കാരിക പ്രവർത്തകരുടെ പരിപാടിയിലും മിനിഞ്ഞാന്നും അതുതന്നെയാണ് സംഭവിച്ചത്. വലിയ ഹാളായിരുന്നു ലുലുവിൻ്റെ. പക്ഷേ അവിടെയും
തികയാൻ പറ്റാതെ പുറത്തു നിൽക്കുന്ന സാഹചര്യമുണ്ടായി. എന്നിട്ടാണ് ചിലരൊക്കെ ഇവിടെ എഴുതുന്നത് ഈ മുഖാമുഖം പരിപാടിക്ക് ആളെ കൂട്ടാൻ സർക്കാർ ബുദ്ധിമുട്ടുകയാണ്. സത്യത്തിൽ എത്രമാത്രം മോശമായ രീതിയിലുള്ള മാധ്യമ ഇടപെടലുകളെയും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. തീർച്ചയായും അത് എടുത്തു പറയേണ്ടതാണ്. കാരണം നമ്മൾ ഈ നവകേരള സദസ്സ് ആരംഭിച്ചപ്പോഴും കണ്ടതാണ്. ഈ നവകേരള സദസ്സ് ആരംഭിച്ചപ്പോൾ ഇതിൽ ഉള്ളൊരു ജനങ്ങളുടെ പങ്കാളിത്തം അത് ആദ്യ ദിവസമൊക്കെ ഇതിനെതിരെ വലിയ തോതിൽ പ്രചരണം നടത്താൻ വേണ്ടി മാധ്യമങ്ങൾ തന്നെ രംഗത്തുണ്ടായിരുന്നു. പക്ഷേ ഓരോ മണ്ഡലങ്ങളിലും എത്തുമ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്. പിന്നീട് ഈ എതിരെ പറഞ്ഞ മാധ്യമങ്ങൾക്ക് തന്നെ ഇവിടെ പങ്കാളിത്തമുണ്ട് എന്ന് പറയേണ്ടി വരുന്ന, ജനങ്ങളുടെ വലിയൊരു പങ്കാളിത്തമുണ്ട് എന്ന് പറയേണ്ടി വരുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയത് നമ്മൾ കണ്ടതാണ്. ഈ നവകേരള സദസ്സിൻ്റെ മറ്റൊരു പതിപ്പ് കൂടിയാണ് ഈ മുഖാമുഖം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുഖാമുഖത്തിനെതിരെയും പറയുന്നവർ ഇവിടെ എത്തി സംസാരിക്കുന്നവരുടെ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ മുഖാമുഖത്തിൽ പങ്കെടുത്ത് അവരുടെ ആശയങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങളൊക്കെ പങ്കുവെക്കുന്നവർ സംസാരിക്കുന്നത് കേൾക്കാൻ ആരും തന്നെ കൂട്ടാക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് കൃത്യമായ രീതിയിൽ എല്ലാവരും പറയുന്നത് കേൾക്കാൻ സാധിക്കും. പക്ഷേ ഇതിനൊന്നും ആരും തയ്യാറല്ല. ആദ്യം വന്നതിന് ശേഷം ആദ്യത്തെ കുറച്ച് ദൃശ്യങ്ങൾ പകർത്തുന്നു, മുഖ്യമന്ത്രി സംസാരിക്കുന്നത് എടുക്കുന്നു, പിന്നെ അതിനുശേഷം അതേക്കുറിച്ച് പലരും അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിൽ വാർത്ത പോലും നൽകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പക്ഷെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ മുഖാമുഖങ്ങളിലും എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ എത്രത്തോളം ഗൗരവത്തോടെയാണ് അവിടെ എത്തുന്നവർ അതിനെ സമീപിക്കുന്നത് എന്നുള്ളത്. അത് ഈ പറയുന്നത് പോലെ ആ ഒരു വിഭാഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അവരെ പ്രതിനിധീകരിച്ചാണ് കുറച്ചുപേർ ഇതിലേക്ക് എത്തുന്നത് എന്നുള്ളത് കൊണ്ട് അവരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏത് രീതിയിലാണ് അവരിതിനെ കാണുന്നത്, ജനങ്ങൾ ഇതിനെ കാണുന്നത് എന്നുള്ള കാര്യം. പക്ഷേ ഏതായാലും ഈ രീതിയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എല്ലായിടങ്ങളിലും വലിയൊരു പങ്കാളിത്തം തന്നെയാണ് നമുക്ക് മുഖാമുഖത്തിലും കാണാൻ സാധിക്കുന്നത്. മനു.